നമസ്കാരം. ചാത്തന്നൂരിനും നേമത്തിനും പുറമെ കഴക്കൂട്ടത്ത് വീണ്ടും താമര വിരിഞ്ഞു. കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് അത് 3 എന്ന തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. മുതിർന്ന നേതാവും കഴക്കൂട്ടം BJP സ്ഥാനാർത്ഥിയുമായ V മുരളീധരൻ 20 വോട്ടിനാണ് വിജയിച്ചത്. കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനും UDF സ്ഥാനാർത്ഥി ശരത് ചന്ദ്ര പ്രസാദും ആണ് ഉണ്ടായിരുന്നത്. ഇവരെയാണ് V മുരളീധരൻ കടമുഴക്കിയിരിക്കുന്നത്. 20 വോട്ടാണ് വിജയത്തിന്റെ ലീഡായി മുരളീധരൻ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റീകൗണ്ടിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ കടമുഴക്കിക്കൊണ്ട് മുരളീധരൻ അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 3 മുന്നണികളും തമ്മിൽ കനത്ത പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു. 2016 കടകംപള്ളിയോട് മത്സരിച്ചപ്പോൾ 42,732 വോട്ടാണ് മുരളീധരന് കിട്ടിയത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് കടകംപള്ളി തോൽവിയിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും BJPക്ക് 3 അക്കൗണ്ടുകൾ തുറന്നിരിക്കുന്നു കേരളത്തിൽ. അതേസമയം കേരളം മുറ്റുനോക്കിയ നിയമമണ്ഡലം തിരിച്ചുപിടിച്ചിട്ടുണ്ട് BJP. LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ V ശിവൻകുട്ടി അട്ടിമറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചരിത്ര വിജയമാണ് കുറിച്ചത്. 4310 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് വിജയക്കൊടി പാറിച്ചത്. ചാത്തന്നൂരിലെ BB ഗോപകുമാറിന്റെ വിജയത്തിന് പിന്നാലെ നേമവും സ്വന്തമാക്കിയിരുന്നു. ഇതോടെ കേരള നിയമസഭയിൽ BJPക്ക് ഇനി 3 അംഗങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. നേമത്ത് BJPക്ക് മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയെന്ന V ശിവൻകുട്ടിയുടെ പഴയ പ്രസ്താവനയെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മണ്ഡലം തിരിച്ചുപിടിച്ചത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ശിവൻകുട്ടിക്ക് രാജീവ് ചന്ദ്രശേഖറിന് മേൽ ആധിപത്യം പുലർത്താൻ കഴിഞ്ഞില്ല. UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വഴി വിജയിച്ച് കയറാമെന്ന CPMന്റെ കണക്കുകൂട്ടലുകളൊക്കെ നേമത്ത് പാടെ പിഴച്ചു. BJPയുടെ വോട്ട് ബാങ്കുകൾ ഒട്ടും ചേർന്ന് ഉറച്ചു നിന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് അടിത്തറ പാകിയത്. ഒരു രാജകവാലിലൂടെ BJPക്ക് ആദ്യമായി അക്കൗണ്ട് തുറന്നുകൊടുത്ത നിയമം പിന്നീട് ശിവൻകുട്ടിയിലൂടെ CPM തിരിച്ചു പിടിച്ചിരുന്നു. എന്നാൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു ദേശീയ നേതാവിനെ തന്നെ കളത്തിലിറക്കിയ BJP തന്ത്രം ഫലം കണ്ടു. കേരളത്തിൽ 3 അക്കൗണ്ടുകൾ BJP തുറന്നിരിക്കുന്നു. ചാത്തന്നൂർ, നേമം, കഴക്കൂട്ടം എന്നിങ്ങനെയാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം BJP യഥാർത്ഥത്തിൽ വലിയ മുന്നേറ്റങ്ങളാണ് നടത്തുന്നത്. ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷൻ അദ്ദേഹം പിടിച്ചെടുത്തതിനൊപ്പം തന്നെ തൊട്ടടുത്ത വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 അക്കൗണ്ടുകൾ BJPക്ക് തുറക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭരണമികവായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. എന്തായാലും LDF കോട്ടകളിലൊക്കെ വലിയ വിള്ളലുണ്ടാക്കിയാണ് നേമത്ത് അദ്ദേഹം വിജയിച്ചു കയറിയത്. നേമത്തെ വിജയം BJPക്ക് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ മേൽക്കോയ്മ തന്നെ നൽകുന്നതാണ്. എന്തായാലും ചാത്തന്നൂരിലും നേമത്തും കഴക്കൂട്ടത്തും താമര വിരിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പരാജയപ്പെട്ട LDF കേന്ദ്രങ്ങൾ കനത്ത ഞെട്ടലാണ്. V ശിവൻകുട്ടിയുടെ തോൽവി CPMനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തെ വലിയൊരു തിരിച്ചടിയാണ്. ഈ ഘട്ടത്തിലാണ് കടകംപള്ളി തോൽക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും BJP വിജയാഹ്ലാദം തുടരുക തന്നെയാണ്. വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അപ്രതീക്ഷിത വിജയത്തിലേക്ക് തന്നെയാണ് UDF പോകുന്നത്. LDFന് 35, UDFന് 102, NDAക്ക് 3 എങ്ങനെയാണ് സീറ്റ് നില? ഇടതിന്റെ പരമ്പരാഗത കോട്ടകൾ തകർത്തുകൊണ്ടാണ് UDF പലയിടത്തും വിജയക്കൊടി പാറിക്കുന്നത്.